ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഈ ഡിഫറൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ പബ്ലിക് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും പ്രൈവറ്റ് ഗുഡ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും എഴുതാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തന്നെ മീനിങ്ങിൻ്റെ ബേസിലാണ് പബ്ലിക് ഗുഡ്സും പ്രൈവറ്റ് ഗുഡ്സിൻ്റെയും ഡിഫറൻസ് പറയുന്നത്. പബ്ലിക് ഗുഡ്സ് ആർ ദ വൺസ് വിച്ച് ആർ പ്രൊവൈഡഡ് ബൈ ദ നേച്ചർ ഓർ ദ ഗവൺമെൻറ് ഫോർ ഫ്രീ യൂസ് ബൈ ദ പബ്ലിക്. പബ്ലിക് ഗുഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഗുഡ്സിനെയാണ് പബ്ലിക് ഗുഡ് എന്ന് പറയാം. അത് ഫ്രീ യൂസ് ആയിരിക്കും. പ്രൈവറ്റ് ഗുഡ്സ് ആർ ദ വൺസ് വിച്ച് ആർ മാനുഫാക്ചർഡ് ആൻഡ് സോൾഡ് ബൈ പ്രൈവറ്റ് കമ്പനി ടു സാറ്റിസ്ഫൈ കൺസ്യൂമർ നീഡ്സ് ആൻഡ് വാണ്ട്സ്. പ്രൈവറ്റ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ അത് സെല്ല് ചെയ്യുന്നതും പ്രൈവറ്റ് കമ്പനീസ് ആയിരിക്കും. സെക്കൻഡ്, പ്രൊവൈഡ്. പബ്ലിക് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് നേച്ചർ അല്ലെങ്കിൽ ഗവൺമെൻറ് ആയിരിക്കും. പ്രൈവറ്റ് ഗുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് മാനുഫാക്ചേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ഓൺടർപ്രണേഴ്സ് ആയിരിക്കും. കൺസ്യൂമർ ഇക്വാലിറ്റി. പബ്ലിക് ഗുഡ്സിൻ്റെ കേസിൽ റിച്ച് ആയിട്ടുള്ള ആളുകൾക്കും പുവർ ആയിട്ടുള്ള ആളുകൾക്കും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുക, അല്ലേ? കൺസ്യൂമർ ഈക്വൽ ആണ്. പബ്ലിക് ഗുഡ്സിൻ്റെ കേസിൽ റിച്ചും പുവറും അങ്ങനെ വ്യത്യാസമില്ല. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്ട്രീറ്റ് ലൈറ്റ് എടുക്കാമെന്ന് വിചാരിക്കുക. ഒരു സ്ട്രീറ്റ് ലൈറ്റ് അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള പബ്ലിക് ആയിട്ടുള്ളൊരു വാട്ടർ സപ്ലൈ, ഒരു വാട്ടർ ടാപ്പ് ആണെന്ന് വിചാരിക്കാം. സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ആ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത് റിച്ച് ആയിട്ടുള്ള ആൾക്കും പുവർ ആയിട്ടുള്ള ആളുകൾക്കും ഒരേപോലെ തന്നെയാണ്, ഈക്വലി ട്രീറ്റഡ് ആണ്. ദെൻ പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിഫറൻസ് ടു റിച്ച് കൺസ്യൂമേഴ്സ്. റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പ്രിഫർ ചെയ്യാൻ പറ്റുന്നതാണ് പ്രൈവറ്റ് ഗുഡ്. ആരാണോ അതിന് പേയ്മെൻറ്റ് നടത്തുന്നത് അയാൾക്ക് മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഗുഡാണ് പ്രൈവറ്റ് ഗുഡ്സ്. ദെൻ അവൈലബിലിറ്റി. പബ്ലിക് ഗുഡ്സ് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും, റെഡിലി അവൈലബിൾ ടു ഓൾ ആയിരിക്കും, എല്ലാവർക്കും അവൈലബിൾ ആണ്. നമ്മൾ പറഞ്ഞ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ എക്സാമ്പിൾ തന്നെ എടുക്കാം. അതവിടെയുള്ള എല്ലാ ആളുകൾക്കും അതിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. പ്രൈവറ്റ് ഗുഡ് ആണെങ്കിൽ റെഡ്യൂസസ് വിത്ത് ഈച്ച് കൺസംഷൻ. ഓരോ പ്രാവശ്യം അത് ഉപയോഗിക്കും തോറും അതിൻ്റെ കൺസംഷൻ, ഓരോ തവണ അത് കൺസ്യൂം ചെയ്യുന്തോറും അത് കുറഞ്ഞു കുറഞ്ഞു വരും, അല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ഒരു പ്രൈവറ്റ് ഗുഡ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ നമുക്കത് ഉണ്ടാവില്ല, അല്ലേ? അത് കുറഞ്ഞു കുറഞ്ഞ് വരും. ദെൻ ക്വാളിറ്റി. ക്വാളിറ്റി പബ്ലിക് ഗുഡ്സിൻ്റെ കേസിൽ റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ക്വാളിറ്റി അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. പക്ഷേ പ്രൈവറ്റ് ഗുഡിൻ്റെ കേസിൽ അതിന് വേരീസ് വിത്ത് എബിലിറ്റി ടു പേ. ഓരോരുത്തരുടെയും ബൈ ചെയ്യാനുള്ള എബിലിറ്റിക്ക് അനുസരിച്ച് ക്വാളിറ്റിയിലും വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രൈവറ്റ് ഗുഡ്സ് ഓരോന്നും ഓരോ ക്വാളിറ്റി വ്യത്യാസമായിരിക്കും, അല്ലേ? ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്രൈസിനനുസരിച്ച് അതിൻ്റെ ക്വാളിറ്റിയും ഡിഫറെൻ്റ് ആയിരിക്കും. പ്രൈസ് കുറവാണെങ്കിൽ ക്വാളിറ്റിയും അതനുസരിച്ച് കുറവായിരിക്കും, പ്രൈസ് കൂടുതലുണ്ടെങ്കിൽ ക്വാളിറ്റിയും ഹൈ ആയിരിക്കും. ദെൻ ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഗുഡ്സ് എപ്പോഴും ഒരു സോഷ്യൽ ചോയ്സ് ഉള്ളതായിട്ടുള്ള ഗുഡ്സാണ് പബ്ലിക് ഗുഡ്സ്. പ്രൈവറ്റ് ഗുഡിൽ സൊസൈറ്റി എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൺസ്യൂമർക്കാണ്. കൺസ്യൂമേഴ്സ് ഡിസിഷനാണ് അവിടെ ഇമ്പോർട്ടൻറ്റ്. ദെൻ പബ്ലിക് ഗുഡ്സിലെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഓവറോൾ ഗ്രോത്തും ഡെവലപ്മെൻറ്റുമാണ്. പക്ഷേ പ്രൈവറ്റ് ഗുഡിൻ്റെ എപ്പോഴും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏർണിംഗ് ആയിരിക്കും. അപ്പോൾ ഡിഫറൻസ് മനസ്സിലാക്കുക. ഒബ്ജക്റ്റീവിൽ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രോഫിറ്റ് ഏർണിംഗ്. ട്രേഡഡ് ഇൻ ഫ്രീ മാർക്കറ്റ്. പബ്ലിക് ഗുഡ്സ് ഫ്രീ മാർക്കറ്റിൽ ട്രേഡിംഗ് നടക്കുന്നുണ്ടോ? ഇല്ല. അവിടെ ട്രേഡായിട്ട് അല്ല, എല്ലാവർക്കും അതിൻ്റെ ഒരു എല്ലാവരെയും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെഡിലി അവൈലബിൾ ടു ഓൾ ആണ്. അവിടെ ഒരു ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് പബ്ലിക് ഗുഡിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റില്ല. പ്രൈവറ്റ് ഗുഡിൻ്റെ കേസിൽ നമുക്കൊരു ഫ്രീ മാർക്കറ്റ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് പ്രൈവറ്റ് ഗുഡിൻ്റെ കേസിൽ ഇംപ്ലൈഡ് ആണ്. അതേപോലെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പബ്ലിക് ഗുഡ്സിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇല്ല, പ്രൈവറ്റ് ഗുഡ്സിൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. ഫ്രീ റൈഡേഴ്സ് പ്രോബ്ലം. പബ്ലിക് ഗുഡ്സിൽ ഫ്രീ റൈഡേഴ്സ് പ്രോബ്ലം ഉണ്ട്, പ്രൈവറ്റ് ഗുഡ്സിൽ ഫ്രീ റൈഡേഴ്സ് പ്രോബ്ലം ഇല്ല. ഫ്രീ റൈഡർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും കൺസ്യൂം ചെയ്യാം പബ്ലിക് ഗുഡ്. അത് സ്ട്രീറ്റ് ലൈറ്റ് തന്നെ. പ്രൈവറ്റ് ഗുഡിൻ്റെ കേസിൽ നമുക്ക് ഫ്രീ റൈഡർ പ്രോബ്ലം ഇല്ല. ആരാണോ അത് പേ ചെയ്ത് പർച്ചേസ് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ അതിൻ്റെ റിസൾട്ട് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ റൈവൽറി ആണ്. റൈവൽറി പബ്ലിക് ഗുഡ്സിൽ നോൺ റൈവലാണ്, ആർക്ക് വേണമെങ്കിലും അത് കൺസ്യൂം ചെയ്യാം. പക്ഷേ പ്രൈവറ്റ് ഗുഡ് ആണെങ്കിലോ ആരാണോ അതിന് പണം കൊടുക്കാനായിട്ട് തയ്യാറാവുന്നത് അവർക്ക് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് റൈവലാണ്. ദെൻ എക്സ്ക്ലൂഡബിലിറ്റി. എക്സ്ക്ലൂഡബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഗുഡിൽ നോൺ എക്സ്ക്ലൂഡബിൾ, ആരെയും ഒഴിവാക്കുന്നില്ല, എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അല്ലേ? പബ്ലിക് ഗുഡ് ആർക്ക് വേണമെങ്കിലും, ഇപ്പം നമ്മൾ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കേസിൽ തന്നെ നമ്മൾ പറഞ്ഞു ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, അവിടെയുള്ള എല്ലാ ആളുകൾക്കും അതിൻ്റെ വെളിച്ചം എൻജോയ് ചെയ്യാം, അല്ലേ? മറ്റേതിലോ പ്രൈവറ്റ് ഗുഡിലോ എക്സ്ക്ലൂഡ് ചെയ്യപ്പെടും, ഇല്ലേ? ആരാണോ പർച്ചേസ് ചെയ്യുന്നത് അയാൾ മാത്രം അത് ഉപയോഗിക്കും, ബാക്കിയുള്ളവരെല്ലാം അതിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്യും, ബാക്കി എല്ലാവരും അതിൽ നിന്ന് ഒഴിവാക്കും.
ദെൻ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് പബ്ലിക് ഗുഡിൻ്റെ കേസിൽ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടലാണ്, ഹൊറിസോണ്ടൽ ഷേപ്പാണ്, എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. അതേസമയം പ്രൈവറ്റ് ഗുഡിൻ്റെ കേസിൽ വെർട്ടിക്കൽ ആയിരിക്കും, വൈ ആക്സിസിന് പാരലൽ ആയിരിക്കും. എക്സാമ്പിൾസ് പോലീസ് സർവീസ്, അതുപോലെ തന്നെ ഫയർ ബ്രിഗേഡ്, നാഷണൽ ഡിഫൻസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, റോഡ്, ഡാം, റിവർ, ഇതൊക്കെ നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതേസമയം പ്രൈവറ്റ് ഗുഡിൻ്റെ എക്സാമ്പിളായിട്ട് ക്ലോത്ത്, കോസ്മെറ്റിക്സ്, ഫുട്വെയർ, നമ്മൾ സാധാരണ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം നമുക്ക് പ്രൈവറ്റ് ഗുഡിൻ്റെ എക്സാമ്പിളായിട്ട് പറയാം. പബ്ലിക് ഗുഡിൽ ഗവൺമെൻറ് സർവീസുകളെല്ലാം, പോലീസ് സർവീസും ഫയർ ബ്രിഗേഡും നാഷണൽ ഡിഫൻസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, റോഡ്, ഡാം, റിവർ, ഇതെല്ലാം ഇതിൽ പറയുന്നു, പബ്ലിക് ഗുഡിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നു. അപ്പോൾ എല്ലാവർക്കും അത് ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു, ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്. ഓക്കെ, താങ്ക് യു.